നമസ്കാരം എല്ലാവർക്കും. താങ്ക് യു. വളരെ വളരെ സന്തോഷത്തിൽ അഭിമാനത്തിൽ നിൽക്കുകയാണ്. ഈ പറയുന്ന പെങ്ങാട്ടുകര കലാഗ്രഹം അത് രശ്മി ടീച്ചറാണ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ ടീച്ചറിൻ്റെ കീഴിൽ ഒരുപാട് നല്ല സ്റ്റുഡൻസുകൾ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥാപനമാണിത്. എന്തായാലും ഇവിടെ ഇങ്ങനൊരു സ്ഥാപനത്തിൽ വന്നതിൽ ഈ സ്ഥാപനത്തിന് ഞാൻ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ കണ്ടത്, സാധാരണ ഞാൻ ഇതിനു മുമ്പ് കലാഭവൻ്റെ പരിപാടിക്കൊക്കെ അരങ്ങേറ്റത്തിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിലും അവിടെ നമ്മൾ പുതിയ കുട്ടികളൊക്കെയാണ് അരങ്ങേറ്റം കുറിക്കുന്നതും ഇതൊക്കെ. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്, എനിക്ക് തോന്നുന്നു സാധാരണ അല്ലെ കുടുംബത്തിൽ നമ്മുടെ കുടുംബസ്ഥയായിട്ടുള്ള 6 പേര്, അതായത് നമ്മളൊരു വീട്ടമ്മമാര്, നമ്മുടെ ബമ്പർശ്ശേരിയിൽ എപ്പോഴും പറയുന്ന പോലെ വീട്ടമ്മമാർ ഒരു 5 പേര് 6 പേരാണ്ടും അരങ്ങേറ്റം കുറിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ എന്തായാലും ഈ പരിപാടിക്കും അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിനും എല്ലാവിധ ഈശ്വരങ്ങളും. ഇവിടെ ഇത് വന്ന് കയറിയപ്പോൾ ആ ചേട്ടൻ പറയുന്നുണ്ട് പാട്ട് പാടണമെന്ന്. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ പാട്ട് പാടാം. കയ്യിൽ ഇത് പോരാ. അപ്പോൾ മാർഗംകളിയിലെ 2 വരി നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിനക്കായി ഞാൻ പാട്ടുപാടുമ്പോൾ എനിക്കായി നീ കാത്തു നിന്നില്ലേ, നീ മറന്ന പാട്ടുകൾ നീ പകുത്ത നെഞ്ചിലേറ്റി ഓർത്തു പാടുമ്പോൾ നീ എനിക്കായി കാത്തു നിന്നില്ലേ, നീ എൻ്റെ സ്വന്തമല്ലേ, നീ എൻ്റെ സ്വർഗമല്ലേ, പൂത്തരാവല്ലേ, എൻ്റെ പൂന്തളിരല്ലേ, പൂത്തരാവല്ലേ, എൻ്റെ പൂന്തളിരല്ലേ, നീ മറന്ന പാട്ടുകൾ